2026 ഏപ്രിൽ മാസം 11 അമരാവതി രാവിലെ സമയം. ഇപ്പോൾ ആളുകളുടെ മൊബൈൽ ഫോണിലേക്ക് ചില വീഡിയോകൾ എത്താൻ തുടങ്ങുന്നു. ആദ്യം ഒരു വീഡിയോ, പിന്നെ 2, പിന്നെ പതുക്കെ ആ വീഡിയോകളുടെ എണ്ണം 350 കടന്നു പോകുന്നു. പിന്നീട് ഒരാൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ആ എല്ലാ വീഡിയോയിലും ഒരേ ഒരു ആൺകുട്ടിയാണ് കാണുന്നത്, മറുവശത്ത് എല്ലാം വ്യത്യസ്തമായ പെൺകുട്ടികൾ. ഇതോടെ ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം പുറത്തു വന്നു. ഈ പെൺകുട്ടികളുടെ എണ്ണം ഏകദേശം 180 എല്ലാവരും അത്ഭുതപ്പെട്ടു. എങ്ങനെ ഒരാൾക്ക് ഇത്രയും പെൺകുട്ടികളെ വലയിലാക്കാൻ കഴിഞ്ഞു? എങ്ങനെ അവരോടൊപ്പം ഇത്തരത്തിലുള്ള വീഡിയോകൾ എടുക്കാൻ സാധിച്ചു? ഇതിനുശേഷം ഈ എല്ലാ വീഡിയോയും വൈറലായപ്പോൾ ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ഇവയെല്ലാം വൈറലാക്കിയത് ആരാണ്? ആൺകുട്ടിയാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവനെ കുടുക്കിലാക്കിയതാണോ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ വലിയൊരു ഗ്യാങ് ആണോ ഉള്ളത്? പോലീസ് അവസാനം അന്വേഷണം ആരംഭിക്കുന്നു. പതിയെ പതിയെ സത്യം പുറത്തു വരുന്നു. ആ സത്യം കേട്ടാൽ നിങ്ങൾ പോലും ഞെട്ടിപ്പോകും. ഒരു ബോളിവുഡ് സിനിമയെ പോലെ തോന്നിക്കുന്ന കഥ. എല്ലാ വലിയ കുറ്റകൃത്യത്തിനും പിന്നിൽ ഒരു ചെറിയ തുടക്കമുണ്ടാകാം. ഇന്നത്തെ കഥയുടെ തുടക്കം അമരാവതിയിലെ 2 സുഹൃത്തുക്കളിൽ നിന്നാണ്. ഒരാളുടെ പേര് അയാൻ, മറ്റൊരാളുടെ പേര് ഉസൈൻ. അയാന് 19 വയസ്സ്, ഉസൈന് 20 വയസ്സ്. ഇവരുടെ ഈ സൗഹൃദം അത്രയും ശക്തമായിരുന്നു. ദിവസം മുഴുവനും ഒരുമിച്ചായിരിക്കും. ഒരേ ബൈക്കിൽ സഞ്ചരിക്കുക, ഒരുമിച്ച് പഠിക്കാൻ പോവുക, ഒരുമിച്ച് കളിക്കുക. പാർട്ടിക്ക് പോകുമ്പോഴും രണ്ടുപേരും ഒരുമിച്ചേ പോകൂ. ഇവരെ നോക്കുമ്പോൾ ഒരാളില്ലാതെ മറ്റൊരാൾക്ക് ജീവിക്കാനേ ആകില്ല എന്ന് തോന്നിപ്പോകും. പക്ഷേ എല്ലാ കഥകളിലെയും പോലെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടാകും. ഈ സൗഹൃദത്തിലും അതുപോലൊരു ഘട്ടം എത്തി. അപ്രതീക്ഷിതമായി അയാൻ കാണാതാകുന്നു. 3-4 ദിവസമായി അവൻ ഹുസൈനുമായി സംസാരിച്ചില്ല. കോളുകൾക്കും മെസ്സേജുകൾക്കും ഒന്നും ഒരു റിപ്ലൈ ഇല്ല. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അയാനും ഹുസൈനും ഒരുമിച്ച് പഠിക്കാൻ പോകുന്നില്ല, ഒരുമിച്ച് കളിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഹുസൈൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉയർന്നു വന്നു. അവൻ വിചാരിച്ചു, എൻ്റെ സുഹൃത്ത് എന്നോട് പിണങ്ങിപ്പോയതാണോ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഏതെങ്കിലും രീതിയിൽ അയാനുമായി സംസാരിക്കാമെന്ന് ഹുസൈൻ ഏറെ ശ്രമിച്ചു. പക്ഷെ 3 ദിവസം അങ്ങനെ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം മാർക്കറ്റിലേക്ക് പോകുന്നതിനിടെ ഹുസൈൻ അപ്രതീക്ഷിതമായി അയാനെ കണ്ടു. രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നു, സംസാരിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഹുസൈൻ ചോദിച്ചു, അയാൻ, ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? 3 ദിവസമായി നീ എന്നെ അവഗണിക്കുകയാണ്. എൻ്റെ മെസ്സേജുകൾക്ക് മറുപടിയില്ല, എന്നെ കാണാനും നീ വരുന്നില്ല. അപ്പോഴാണ് അയാൻ ചെറിയൊരു പുഞ്ചിരിയോടെ അവൻ്റെ മൊബൈൽ ഫോൺ എടുത്തത്. അത് തുറന്ന് ഒരു വീഡിയോയും ഫോട്ടോയും കാണിച്ചു കൊടുത്തു. അവയിൽ വ്യക്തമായി കാണാം, അയാൻ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയോടൊപ്പം നിൽക്കുകയാണ്. ഇത് കണ്ട് ഹുസൈൻ ഞെട്ടിപ്പോയി. അവൻ ചോദിച്ചു, നീ പെൺകുട്ടി എങ്ങനെയാണ് കണ്ടത്? നിനക്ക് ഇവളെ എങ്ങനെ കിട്ടി? എങ്ങനെ സംസാരിക്കാൻ തുടങ്ങി? ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി നിനക്കൊപ്പം എങ്ങനെയാണ് വരിക? അതുമാത്രമല്ല, ആ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം സാധാരണയായിരുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ ഹുസൈൻ അത്ഭുതപ്പെടുന്നത് സ്വാഭാവികം തന്നെ. ഇപ്പോൾ അയാൻ മറുപടി പറഞ്ഞു, 3 ദിവസം മുൻപ് ഞാൻ ബൈക്കിൽ ഒരിടം വരെ പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് ഈ പെൺകുട്ടിയെ കണ്ടു. അവൾ വളരെ വിഷമത്തിലായിരുന്നു. ഞാൻ ബൈക്ക് നിർത്തി ഒരു ലിഫ്റ്റ് വേണോ എന്ന് ചോദിച്ചു. അവളും അതിന് സമ്മതിച്ചു. അവൾക്ക് എത്രയും വേഗം തൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തേണ്ടതുണ്ടായിരുന്നു. അപ്പം തന്നെ ഒരുപാട് ലേറ്റായി. അവൾ എൻ്റെ കൂടെ വരാൻ സമ്മതിച്ചു. അങ്ങനെ എൻ്റെ ബൈക്കിൽ കയറി പിന്നിലിരുന്നു. ഞാൻ അവളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചു. അതിലൂടെയാണ് ഞങ്ങളുടെ സംഭാഷണം ആരംഭിച്ചത്. പിന്നെ അവൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ആ പെൺകുട്ടി യാതൊരു വിവരമോ ഫോൺ നമ്പറോ ഒന്നും നൽകാതെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി. ഞാൻ അവളെ മണിക്കൂറുകളോളം കാത്തുനിന്നു. അവൾ പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ അവളുടെ നമ്പർ ചോദിച്ചു. അവൾ അത് തന്നു. 2 ദിവസത്തെ ചാറ്റും കോളും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ടായി. അതിനിടെ ഞാൻ അവളെ എൻ്റെ റൂമിലേക്ക് വിളിച്ചു. അവിടെ ഞാൻ ചില ഫോട്ടോസ് എടുത്തു. ഞങ്ങൾ ചില കാര്യങ്ങളും ചെയ്തു. ഇത് കേട്ടപ്പോൾ ഹുസൈന് ആദ്യം സന്തോഷം തോന്നി. പിന്നീട് അയാനോട് ചോദിച്ചു, ഇതെങ്ങനെ സാധിച്ചു? എനിക്കും കൂടെ ഈ ഒരു ഐഡിയ പറഞ്ഞു തരാമോ? എനിക്കും നിന്നെ പോലെ പെൺകുട്ടികളെ ആകർഷിക്കണം എന്ന്. ഈ സമയം അയാൻ എല്ലാം അവനോട് പറഞ്ഞു. പതുക്കെ ഇവർ തമ്മിൽ ഒരു മത്സരം ആരംഭിച്ചു. ഇരുവരും ചേർന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, കോളേജ്, ഹോസ്റ്റൽസ് ഇവയെല്ലാം ലക്ഷ്യം വയ്ക്കാൻ തുടങ്ങി. എവിടെയെങ്കിലും ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കണ്ടാൽ അവളുടെ അടുത്തേക്ക് പോയി സഹായ വാഗ്ദാനം ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സംഭാഷണം തുടങ്ങുകയും ചെയ്യും. പതിയെ സൗഹൃദം വളരും. ആ സൗഹൃദം നേരെ എത്തുന്നത് അവരുടെ റൂമിലേക്കാണ്. അമരാവതി നഗരത്തിലെ കഠോരിനായ്ക്ക് സമീപമുള്ള കമൽ റെസിഡൻസിലെ 3-ാം നിലയിലെ ആ റൂമിലേക്ക്. ആ റൂമിലാണ് ഈ മുഴുവൻ കുറ്റകൃത്യങ്ങളും നടന്നത്.
ഇതിനിടെ ഇവർ തമ്മിലുള്ള ഈ മത്സരം കൂടുതൽ ശക്തമായി. ഇരുവർക്കും ബൈക്ക് ഉണ്ടായിരുന്നു. അവർ പെൺകുട്ടികളെ വലയിലാക്കി റൂമിലേക്ക് കൊണ്ടുപോയി വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നീട് തമ്മിൽ അത് ഷെയർ ചെയ്യും. നോക്ക്, ഇന്നെനിക്ക് നിന്നേക്കാൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ലഭിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തമ്മിൽ മത്സരിക്കുകയായിരുന്നു. പക്ഷേ അയാൻ അറിയില്ലായിരുന്നു അവൻ അയച്ചു കൊടുക്കുന്ന ഈ വീഡിയോസ് എല്ലാം ഉസൈൻ അവന്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്. ഇരുവരും ചേർന്ന് ഈ രീതിയിൽ വലിയ തോതിൽ പണം സമ്പാദിക്കാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി പെൺകുട്ടികളെ എങ്ങനെ വലയിലാക്കാമെന്ന്. അതിനാൽ അവർ ഒരു പുതിയ കുടുക്കൊരുക്കി. ആദ്യം പെൺകുട്ടികളെ വലയിലാക്കും, ശേഷം റൂമിലേക്ക് കൊണ്ടുപോകും, വീഡിയോ റെക്കോർഡ് ചെയ്യും. പിന്നീട് ആ വീഡിയോ പെൺകുട്ടികൾക്ക് തന്നെ അയച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്തും. എന്നിട്ട് അവരിൽ നിന്നും പണം വാങ്ങും. ഇങ്ങനെ ലക്ഷക്കണക്കിന് പണം സമ്പാദിച്ചു. വില കൂടിയ ഫോണുകൾ, പുതിയ വസ്ത്രം, ഇവയെല്ലാം ബ്ലാക്ക് മെയിൽ ചെയ്ത് വാങ്ങിയ പണത്തിൽ നിന്ന് വാങ്ങിയതാണ്. ഈ പണത്തിന് വേണ്ടി ഒരുപാട് പെൺകുട്ടികളെ ലക്ഷ്യം വെച്ചു. പക്ഷേ ഈ മുഴുവൻ കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയിരുന്നത് ഇപ്പോഴും അയാനായിരുന്നു. അയാൻ ഈ മുഴുവൻ കളിയും നന്നായി മനസ്സിലാക്കിയിരുന്നു. അവൻ വില കൂടിയ റെസ്റ്റോറൻറ്റുകളിലേക്ക് പോകാൻ തുടങ്ങി. അവിടെ സമ്പന്ന കുടുംബങ്ങളിൽപ്പെട്ട ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ കണ്ടുമുട്ടും. അവർക്ക് വളരെയധികം പണവുമുണ്ട്. അവരെ ലക്ഷ്യമാക്കിയതോടെ അയാൻ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ തുടങ്ങി. മറ്റൊരു വശത്ത് ഉസൈൻ അങ്ങനെ പെൺകുട്ടികളെ കിട്ടുന്നില്ലായിരുന്നു. അവൻ മനസ്സിൽ ചിന്തിച്ചു, അയാൻ എല്ലാം വളരെ സുഖമായി ചെയ്യുന്നു, എനിക്ക് അതുപോലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതിനിടെ നിശബ്ദമായി ഉസൈൻ്റെ മനസ്സിൽ അയാനോടുള്ള അസൂയ വളരാൻ തുടങ്ങി. എപ്പോഴെങ്കിലും അയാൻ പുതിയൊരു പെൺകുട്ടിയുമായി പരിചയപ്പെടുകയും വീഡിയോ എടുത്ത് ഉസൈന് കാണിക്കുകയും ചെയ്താൽ പുറമേ അവൻ സന്തോഷിക്കുന്നത് പോലെ നടിക്കും. പക്ഷെ ഉള്ളിൽ അവൻ ചിന്തിക്കുന്നത് അയാന്റെ സ്ഥാനത്തിൽ ഞാനായിരുന്നെങ്കിലോ എന്നാണ്. പതുക്കെ ഉസൈന് തോന്നി തുടങ്ങി, അയാൻ ഇപ്പോൾ മുഴുവനായും പെൺകുട്ടികളിലേക്ക് തിരിഞ്ഞു. എന്നോടുള്ള സൗഹൃദം കുറഞ്ഞു. ഈ സൗഹൃദം പരിശോധിക്കാൻ ഒരു ദിവസം ഉസൈൻ അയാനോട് പണം ചോദിച്ചു. പക്ഷേ അയാൻ പണം കൊടുത്തില്ല. അവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പോഴില്ല, ഉണ്ടായാൽ തരാമെന്ന്. പക്ഷെ ഉസൈൻ അറിയാം അവൻ്റെ കയ്യിൽ പണം ഉണ്ടെന്ന്. പക്ഷെ അവൻ തരുന്നില്ല. കാര്യങ്ങൾ കൊണ്ടൊക്കെ ഇവർക്കിടയിൽ ഒരു തർക്കമുണ്ടായി. ഈ സമയം ഉസൈൻ ഒരു കളി കളിച്ചു. ഇപ്പൊ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും അവൻ എന്ത് ചെയ്തിട്ടുണ്ടാകുമെന്ന്. അവൻ പറഞ്ഞു, എൻ്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം ഞാൻ നശിപ്പിക്കുമെന്ന്. സത്യത്തിൽ അവൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് അയാന് മനസ്സിലായില്ല. ഇങ്ങനെ ആ സമയം എത്തി. 2026 ഏപ്രിൽ മാസം 10. ഉസൈൻ്റെ മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചിരുന്ന അയാൻ്റെ എല്ലാ വീഡിയോസും ഓരോന്നായി പുറത്തേക്ക് പോകാൻ തുടങ്ങി. ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് വഴി ആ വീഡിയോകൾ അമരാവതിയിലെ ആളുകളിലേക്ക് എത്തി തുടങ്ങി. വീഡിയോ വൈറലായതോടെ രാവിലെ തന്നെ ആളുകൾ ആ ആൺകുട്ടിയെ തിരിച്ചറിയാൻ ശ്രമിച്ചു. പിന്നീട് എല്ലാവർക്കും മനസ്സിലായി ആ ആൺകുട്ടി ആരാണെന്ന്. കാരണം ഇവർ താമസിച്ചിരുന്ന റെസിഡൻസിയിലെ ആളുകൾക്ക് ഈ വീഡിയോസ് എല്ലാം ലഭിച്ചിരുന്നു. അങ്ങനെ ആ വീഡിയോയിൽ അയാൻ എല്ലാവരും തിരിച്ചറിഞ്ഞു. ഇതോടെ ഈ മുഴുവൻ വീഡിയോയും പോലീസിന്റെ കൈവശം എത്തി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിൽ എല്ലാ വീഡിയോസും പരിശോധിച്ചു. അതിൽ കൂടുതലായും പെൺകുട്ടികളുടെ മുഖം മറച്ച നിലയിലായിരുന്നു, ബൂർഖയോ ദുപ്പട്ടയോ ഉപയോഗിച്ച്. പക്ഷേ വ്യക്തമായി മുഖം കാണുന്ന പെൺകുട്ടികൾ ഏകദേശം 10 പേരായിരുന്നു. വീഡിയോകളെല്ലാം അപ്പം തന്നെ വൈറലായിരുന്നു. പക്ഷേ അയാനും ഹുസൈനുമെതിരെ ഒരു ഔദ്യോഗികമായ പരാതി പോലീസിന് ലഭിച്ചില്ല. സാക്ഷികളും കുറവായിരുന്നു. ഇതിനെ തുടർന്ന് അമരാവതി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ആ പെൺകുട്ടികളെ കണ്ടെത്തി അവരോട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് വന്ന് പരാതി നൽകുകയാണെങ്കിൽ നിങ്ങളുടെ പേര് ഞങ്ങൾ ആരോടും വെളിപ്പെടുത്തില്ല. ഫോട്ടോസ്, വീഡിയോസ് ഒന്നും പുറത്തേക്ക് പോകില്ല. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. നിങ്ങൾക്ക് ആവശ്യമായ നീതി ഞങ്ങൾ വാങ്ങിത്തരാമെന്ന്. എന്നാൽ ഏപ്രിൽ മാസം 17 വരെ ഒരാളും മുന്നോട്ട് വന്നില്ല. കാരണം തങ്ങളുടെ പേര് പുറത്തു വരുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. കൂടാതെ ഇനിയുമുള്ള വീഡിയോസൊക്കെ പുറത്തു വരുമോ എന്നുള്ളൊരു ഭയം. ഇതിനുശേഷം പോലീസ് നടപടി സ്വീകരിച്ചു. അയാനെയും ഉസൈനെയും അറസ്റ്റ് ചെയ്തു. അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് 4 സുഹൃത്തുക്കളുടെ പേരുകളും പുറത്തു വന്നു. അവരെയും അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ എല്ലാവരും കസ്റ്റഡിയിലാണ്. ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം ഒരൊറ്റ കാര്യമാണ്. നിങ്ങൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ എപ്പോഴും ജാഗ്രതയോടുകൂടി ഇരിക്കുക, സുരക്ഷിതരായിരിക്കുക. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ നിങ്ങളോട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ആരെയും അങ്ങനെ എളുപ്പത്തിൽ വിശ്വസിക്കരുത്, പ്രത്യേകിച്ച് പുതിയ പരിചയക്കാരെ. ഈ ഓൺലൈനിലായാലും അതിപ്പോൾ ഓഫ്ലൈനിലായാലും നിങ്ങളുടെ സ്വകാര്യതയും സുരക്ഷിതത്വവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരെങ്കിലും അന്യായമായി അടുത്ത് വരാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾ സീരിയസ് ആയി തന്നെ കാണണം. ഇനി ഈ ഭീഷണി, ബ്ലാക്ക്മെയിൽ ഇവയൊക്കെ നേരിടുമ്പോൾ ഭയന്ന് മിണ്ടാതിരിക്കുന്നത് മണ്ടത്തരമാണ്. നിയമസഹായം തേടുന്നതാണ് ഏറ്റവും ബുദ്ധി. ചെറിയ തെറ്റായ തീരുമാനങ്ങൾ പോലും വലിയ അപകടത്തിലേക്ക് നയിച്ചേക്കാം. അതിനാൽ ജാഗ്രതയും സ്വയം സംരക്ഷണവും ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്.
ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.